ഇന്നലെ പാതിരാത്രിയിൽ ഷാനവാസ് നമ്മുടെ ആദിലയോടും നൂറയോടും ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ എപ്പിസോഡിലും കൂടാതെ ലൈവിലും ഒക്കെ കണ്ടതാണ്. ഇവരുടെ ഇടയ്ക്ക് വേറൊരാൾ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങളിൽ എത്ര പേര് അയാളെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അനുമോള്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ലൈവ് അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 90% ഇന്നലെ പാതിരാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയ നമ്മുടെ ഷാനവാസ് അനുമോൾ കോൺവെർസേഷനെ പറ്റിയിട്ടാണ് എനിക്കൊന്ന് സംസാരിക്കാനുള്ളത്. കൂടാതെ ഇന്ന് രാവിലെ നമ്മുടെ അനീഷേട്ടൻ, ഇന്ന് ലേറ്റ് ആയിട്ടാണ് അവരെല്ലാവരും എണീറ്റിരിക്കുന്നത്. ഒരു ഓഫ് ഡേ ആണല്ലോ. ഇന്നലത്തെ ഒരു ലൈവാണ് നമ്മളെ ഇന്ന് കാണിക്കുന്നത്. ഫ്രൈഡേ എന്ന് പറയുന്ന അവർക്ക് ഓഫ് ഡേ ആണ്. അനീഷേട്ടനും ഷാനവാസും ഒക്കെ എണീറ്റ് മറ്റേ കിച്ചൻ്റെ അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് അനീഷേട്ടൻ നമ്മുടെ ബിഗ് ബോസിനോട് പറയുന്നത്, ബിഗ് ബോസ് ആകെ ഒരു ദിവസമാണ്, ഇന്നാണ് ഞാൻ എൻ്റെ തുണിയൊക്കെ നനയ്ക്കുന്നത്, കുറച്ച് സമയം തരുമോ എന്നൊക്കെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. എന്തോ ബിഗ് ബോസ് എന്തോ എൻ്റെ ബ്ലൈൻഡ്സ് ഇടുന്നതിനെ പറ്റി എന്തോ രാവിലെ പറഞ്ഞു, എല്ലാവരും ബെഡ്റൂമിലിരിക്കണം, ബ്ലൈൻഡ്സ് ഇടാൻ പോവാന്ന്. അപ്പോഴാണ് അനീഷേട്ടൻ ഇതൊക്കെ വിളിച്ച് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഷാനവാസ് അനുമോള് ഇന്നലെ രാത്രിയിൽ നമ്മുടെ ആദിലയും നൂറയും ഷാനവാസും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അതിന് മുമ്പ് അതിന് തൊട്ട് എനിക്ക് അതിന് തൊട്ട് മുമ്പേ എന്ന് പറയാൻ പറ്റത്തില്ല, അതിന് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1-2 മണിക്കൂർ മുമ്പാന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമ്മുടെ അനുമോളും ഷാനവാസും കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അനുമോള് ഷാനവാസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഷാനവാസിക്ക, ആദില എന്നെ പുറകിൽ നിന്ന് കുത്തിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ മറ്റേ ജിസൈൽ ആര്യൻ കേസിൽ ഞാൻ സംസാരിച്ചപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് വരെ അവൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരാളാണ്. ലാലേട്ടൻ വന്നപ്പോൾ നേരെ ഉൾട്ട മറിഞ്ഞ ഒരാളാണ് ആദില എന്ന് പറയുന്നത്. ഷാനവാസ് എന്നിട്ട് പറയുന്നുണ്ട്, ഈ നെവിൻ്റെ കേസിൽ ഞാൻ ഒരിക്കലും അവനെ ദ്രോഹിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനോട് ഇങ്ങനെ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണെന്നൊന്നും പറയണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പലപ്പോഴും നാട്ടുകാരുടെ ഫ്രണ്ടിൽ കള്ളനായിരിക്കുന്നത്. സംഗതി വേറൊന്നുമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കേസാണ്. നമ്മുടെ ആദിലയോടും നൂറയോടും ഷാനവാസ് ഇരുന്നത് പറയുന്നുണ്ട്. അതായത് അവരുടെ കേസിൽ ഒരിക്കലും ഷാനവാസ്, ഈ നെവിൻ്റെ കേസ് ഷാനവാസായിട്ട് എടുത്ത് പുറത്ത് പറഞ്ഞ് അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയില്ലായിരുന്നു. ആദിലയോടും നമ്മുടെ നൂറയോടും ഉള്ള ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഇരുന്ന് സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞു. തെറ്റല്ല അത് ഒരിക്കലും. അത് ആദില ഈ ഒരു നെവിൻ്റെ ഒരു കേസ് വരുമ്പോഴത്തേക്ക് ഈ സാധനം എടുത്ത് ഇടുമെന്ന് പുള്ളിയും ചിലപ്പോൾ പ്രതീക്ഷിച്ച് കാണത്തില്ല. ആദിലയുടെ വായിൽ നിന്ന് അറിയാതെ വീണു, നീ വൃത്തികെട്ടൊരു കാർഡല്ലേ ഇവിടെ ഇറക്കിയിട്ടുള്ളതെന്നുള്ളൊരു സാധനം പറഞ്ഞപ്പം അത് എല്ലാവരും ചോദിച്ചോണ്ടായിരുന്നു. എന്ത് കാർഡ്, പ്രത്യേകിച്ച് നെവിൻ, എന്ത് കാർഡ് ബിഗ് ബോസിന്റെ മറ്റേ ക്യാമറയിലൊക്കെ പോയി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അക്ബറിന്റെ അടുക്ക ചെന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു സംഗതി അവന്റെ ഭാഗത്തു നിന്ന് നെവിൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം സത്യം പറഞ്ഞാൽ ആദിലയുടെ കയ്യിൽ നിന്നും പോയി. ഈ സാധനം ഷാനവാസും കാണുന്നുണ്ടായിരുന്നു. ഷാനവാസ് അതുകൊണ്ട് മാത്രമാണ് ആദില ചെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ നീ പറഞ്ഞോ എന്ന് പറഞ്ഞത്. അതായത് ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റില്ല. ഷാനവാസായിട്ട് ഒരിക്കലും നെവിനെ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചില്ല. ആദില എന്ന് പറയുന്ന ഷാനവാസ് മോളെ പോലെയോ അല്ലെങ്കിൽ ഒരു പെങ്ങളെ പോലെയോ ഒക്കെ കാണുന്ന ഒരു കുട്ടി ഇത് അറിഞ്ഞു, ഷാനവാസിന്റെ വായിൽ നിന്ന് കേട്ടു. അത് അവളുടെ ഒരു നേട്ടത്തിനോ അല്ലെങ്കിൽ അവളുടെ ഒരു ഗെയിമായിട്ട് അവൾ യൂട്ടിലൈസ് ചെയ്തപ്പോൾ ഷാനവാസിന് വേറെ മാർഗ്ഗമില്ല. അവളെ സേവ് ചെയ്യണം, അത് പുള്ളിയുടെ ഒരു മനസ്സ്. അതുകൊണ്ട് നീ പറഞ്ഞോളാൻ പറഞ്ഞു. ഇവളത് പറഞ്ഞു. അടുത്ത ദിവസം ഇവൾ ഉൾട്ടയടിച്ച് മാറുകയും ചെയ്തു. പണി കിട്ടിയപ്പോൾ പുള്ളിക്ക് കിട്ടി. അതിന്റെ നല്ല സങ്കടം പുള്ളിക്കുണ്ട്. പുള്ളി എന്നിട്ട് അവിടെ കിടന്നിട്ട് കുറേ നേരം നമ്മുടെ ഷാനവാസ് അനുമോൾ കോൺവെർസേഷൻ ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് അനുമോൾ അവിടെ നിന്ന് എണീറ്റ് പോകാൻ നോക്കുമ്പോഴൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കിടന്നോളാം, എനിക്ക് നല്ല സങ്കടമുണ്ട് അവരോട് മിണ്ടാതിരിക്കുന്നതിൽ, പുറകിൽ നിന്ന് കുത്തി, ഞാൻ അത്രയും സ്നേഹിച്ചതാണ് അവരെ. കാരണം പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പെങ്ങളെ പോലെയൊക്കെയാണ് അവരെ കണ്ടത്. എന്തിനധികം പറയുന്നു, ആദില തന്നെ രാത്രിയിൽ പറയുന്നത് കേട്ടു, അച്ഛനെ പോലെയൊക്കെയാണ് ഷാനവാസിനെ കണ്ടതെന്ന്. അങ്ങനെ അച്ഛനെ പോലെ കണ്ടൊരു വ്യക്തിയോട് ആദില ചെയ്തത് തെമ്മാടിത്തരം തന്നെ. ആദിലയ്ക്ക് ഇത് മനസ്സിലായി, ആദിലയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് ആദിലയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഷാനവാസ് എന്നിട്ട് പറയുന്നുണ്ട്, ടാസ്കിലാണെങ്കിൽ പോലും ഞാൻ അവരെ എപ്പോഴും സേവ് ചെയ്യാനേ ഞാൻ നോക്കിയിട്ടുള്ളൂ. നമ്മളത് കണ്ടിട്ടുണ്ട്. മറ്റേ ആ ഒരു ഫാക്ടറിയുടെ കേസൊക്കെ വന്നപ്പോഴത്തേക്ക്, ഫാക്ടറി ടാസ്ക് ഒക്കെ വന്നപ്പോൾ ഷാനവാസ് ഒരു പരിധിയിൽ കൂടുതൽ നൂറയ്ക്കെതിരെ സംസാരിക്കാനൊന്നും പോയില്ല. കാരണം ഉള്ളിലൊരു സ്നേഹമുണ്ട് ഈ പിള്ളേരോട്, രണ്ടുപേരോടും പുള്ളിക്ക്. പിന്നെ റിയാസ് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നമൊക്കെ നടന്നത്. സത്യമാണ്, റിയാസ് ഒരു ഗെയിം ചേഞ്ചർ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെമ്മാടിത്തരം കാണിച്ച് ഗെയിം ചേഞ്ച് നടത്തുന്ന ഒരുത്തനാണ് ഈ ഒരു റിയാസ് എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അവൻ്റെ വായിൽ നിന്ന് അവന് കൂട്ടിത്തല്ലിക്കാനും ഒക്കെ ഒരു കഴിവുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ആ ഒരു മോഡാണ് അവൻ അകത്ത് വന്നിട്ട് അത് നല്ല രീതിയിൽ ആദിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു. പിടികിട്ടിയില്ല, അതിന് വീണു. നെവിൻ നമ്മുടെ ആളാണ്, അവൻ്റെ കൂടെ നിൽക്കണം. ആ ഒരു സാധനം കിട്ടിയപ്പോഴാണ് നേരെ നെവിൻ്റെ അടുക്ക പോയി മാപ്പും പറഞ്ഞ് നല്ല പിള്ള ചമയാൻ പോയത്. അപ്പൊ ഷാനവാസിനെ കുത്തിയ കാര്യം അതിനെ ചിന്തിച്ച് കാണത്തില്ല. പിന്നെയാണ്
റിയാലിറ്റി, അയ്യോ ഞാൻ പുള്ളിക്കിട്ട് പണി കൊടുത്തല്ലോ എന്നുള്ളൊരു സാധനം തലയിൽ എന്തായാലും വന്നിട്ടുണ്ട്. വരാതൊന്നും ഇരുന്നിട്ടില്ല. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു എന്താണ് നമ്മുടെ അനുമോളും ഷാനവാസും ഇരുന്ന് സംസാരിക്കുന്ന കഴിഞ്ഞിട്ട് അനുമോൾ കുളിക്കാനായിട്ട് ടോയ്ലറ്റിലേക്ക് പോയി. അപ്പോൾ ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ അതിലേക്ക് അവിടെ നിൽപ്പുണ്ട്. അതിലവിടെ നിൽക്കുമ്പോൾ ജിസയിലും ഉണ്ട് അവിടെ. അപ്പോൾ ആ സമയത്ത് ജിസയിലും അനുമോളും കൂടെ അതിലോട് പറയുന്നുണ്ട്, അതിലാ നീ പോയി ഷാനവാസിക്കോട് സംസാരിക്കും, പുള്ളിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്നിട്ട് രണ്ടുപേരും ആദ്യമായിട്ടാണ് രണ്ടുപേരും കൂടെ, അതായത് അനുമോളും ജിസയിലും ഒന്നിച്ച് ഒരു കാര്യം പറയുന്നത്, അതും ആദിലയോട് നീ പോയി സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു പിന്നുള്ള ആ ഒരു കോൺവെർസേഷൻ ഒക്കെ നടക്കുന്ന വെളുപ്പാങ്കാലത്ത് 4 മണിക്കെങ്ങാണ്ടാണ് ഇവരുടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നത്. സോ അനുമോളൊക്കെ പോയി, അനുമോളാണെങ്കിൽ കുളിക്കാൻ അങ്ങോട്ട് ചെന്നത്, അനുമോൾക്ക് ഉറക്കം വന്നിട്ട് വയ്യ. അനുമോൾ എന്നിട്ട് പിന്നെ ഇവരുടെ കൂടെ പോയി ഇരിക്കുന്നൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഈ ഒരു എന്താണ് വാപ്പയെ പോലെയാണ് കണ്ടതെന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ അടുക്കൽ പറയുന്നുണ്ട് ആദില. അപ്പൊ ഈ വാപ്പയെ പോലെ കണ്ട ഒരാളോട് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെങ്കിലും അതിലേക്ക് സങ്കടം വന്ന് കാണും. അത് അതിലെ രാത്രിയിൽ ഇരുന്നൊരു കരയുന്നൊരു കംപ്ലീറ്റ്ലി പോയി. പിന്നെ മനസ്സിലായി കയ്യിൽ നിന്നെ ഫുള്ള് പോയി, പുള്ളിക്കെതിരെ ഞാൻ നിന്നു, പുള്ളിയുടെ സൈഡിലാണ്. 100 വരെ പറഞ്ഞു, 100 വരെ. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കും അറിയാം. അതിന്റെ തുടക്കത്തിൽ തന്നെ ബിന്നിയോടിരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അവളുടെ ഭാഗത്ത് തെറ്റുണ്ട്, അവൾ എടുത്തു ചാടി. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആദില നൂറ 2 കണ്ടസ്റ്റന്റ് ആയപ്പോൾ നൂറ ബെറ്ററായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി. നൂറയ്ക്ക് ചിന്തിച്ച് എങ്ങനെ അടുത്ത മൂവ് വെക്കണം എന്നറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കണ്ടിട്ടില്ല നൂറ ആരുടെയും പുറകെ നിന്ന് കുത്തുന്നത് ആദിലെ പോലെ. പക്ഷെ ആദില കുത്തി, അത് മനഃപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിലൊക്കെ ഒരു സ്റ്റാൻഡ് ഇല്ല. ഒരാൾ ഇപ്പം ആദിലെ വിളിച്ചിട്ട് മോളെ ഇങ്ങി വാ, നമ്മളിത് ഇങ്ങനെയൊക്കെയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില അവിടെ നിൽക്കും. അതാണ് ആദില. പക്ഷെ എന്തോ വലിയ ഗെയിമർ ആണെന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാ ടോപ്പിക്കും എടുത്തിട്ട് അതിന്റെ പേരിൽ അവിടെ എവിടെയൊക്കെ ചെന്നിരുന്നു. ഇപ്പം നെവിന്റെ കേസാണെങ്കിലും പോയി അവിടെ എവിടെയൊക്കെ പോയി ചോദിക്കുന്നുണ്ടായിരുന്നു, അവൻ തൊടുന്നതിനകത്ത് എങ്ങനെയുണ്ട്, അവൻ അങ്ങനെയാണ്, അവൻ ഇത് വിചാരിക്കുന്നത് പുറത്തൊരു നല്ല കണ്ടന്റ് ആയിട്ട് പോകുന്ന. പക്ഷെ അതെല്ലാം ആദിലയ്ക്ക് തിരിച്ച് അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അടിച്ച് കൈ കിട്ടിയിരിക്കുകയാണ് ആദിലയ്ക്ക്. ഇന്നിപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആദിലയായിരിക്കും. ഒരിക്കലും ഷാനവാസിനെ ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് വലിച്ചു കയറാൻ പോകത്തില്ല. കാരണം ഷാനവാസ് പറയുന്നതിൽ ഷാനവാസ് ഉറച്ചു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് മറ്റേ അനുമോളുടെ ജിസയിൽ ആര്യൻ കേസിൽ അനുമോൾ ഉറച്ചു നിന്നൊരു നിപ്പ് പിടികിട്ടിയില്ലേ, അതുപോലെ ഷാനവാസ് ഇവിടെ ഉറച്ചു നിൽക്കും, മാറി നിൽക്കത്തില്ല, വിട്ടുപോകില്ല. പറഞ്ഞതിനകത്ത് ഷാനവാസ് ഉറയ്ക്കും. അത് മാത്രമല്ല ഷാനവാസിന്റെ ഭാഗത്തും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് തിങ്ക് ചെയ്ത്, ഷാനവാസിന്റെ ദേഹത്ത് ഒരാൾ തൊടുന്നത് ഷാനവാസിന് ഇഷ്ടമല്ല. ഷാനവാസ് അതേ പറഞ്ഞിട്ടുള്ളൂ, അവന്റെ തൊടൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. ബെഡിൽ നിന്ന് വരെ മാറി ചാച്ച് തുടങ്ങി ഇല്ലേ, ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ചല്ല കിടക്കുന്നത്. ഷാനവാസ് അത് പ്രൂവ് ചെയ്തു, എനിക്ക് പറ്റത്തില്ല. ആ ഒരു സാധനം മാത്രം ആദിലയോട് പറഞ്ഞു. ആദിലയ്ക്ക് ഒരു ചാൻസ് കിട്ടിയപ്പോൾ എടുത്ത് അങ്ങോട്ട് പ്രയോഗിച്ചു. ആ പ്രയോഗിച്ചത് ആദിലയ്ക്ക് ഇനി നല്ല പ്രയോഗമായിട്ട് തിരിച്ചു വരും. പ്രത്യേകിച്ച് ഇന്ന് ലാലേട്ടൻ ഉറപ്പായിട്ടും, പ്രത്യേകിച്ച് ആദിലെ പോലെ നൂറെ പോലെ, ആദില നൂറയ്ക്ക് വേണ്ടി ഹൈക്കോടതി വരെ കയറിയിറങ്ങിയ ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് ഇവന്റെ ഈ ഒരു ചോദിച്ചുകൊണ്ടുള്ള നടത്തം, അവന്റെ തൊടൽ ശരിയാണോ, എന്തോ പ്രശ്നമില്ലേ, ഇത് പണിയാവും, ഉറപ്പായിട്ടും പണിയാവും. അതുകൂടാതെ നമ്മുടെ ലക്ഷ്മി ഇവളുമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു സാധനം, അതുവരെ ലാലേട്ടൻ മിക്കവാറും ഇത് പൊക്കും. അന്ന് നിങ്ങളോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കൂടെ നിന്നു, അത് എല്ലാവർക്കും ഹേർട്ടായി. ആ നിങ്ങൾ തന്നെ വേറൊരുത്തനെ പറ്റി ഇങ്ങനെ പറയുന്നത്, അവൻ വൃത്തികെട്ട കാടിറക്കി എന്ന് പറയുന്നത്, കൂടുതൽ ഇനി ഞാനൊന്നും പറയണ്ടല്ലോ. അവിടെ തീരും ഇന്ന് ആദിലയായിരിക്കും ഇന്ന് ഇങ്ങനെ കഷ്ണിക്കാൻ പോകുന്നത് മിക്കവാറും ലാലേട്ടൻ എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ മുങ്ങിപ്പോകുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ആര്യൻ മറ്റേ നമ്മുടെ റെന ഫാത്തിമയുടെ ദേഹത്ത് കയറി കിടന്ന പോലത്തെ ഒരു ആക്ട് കാണിച്ചായിരുന്നില്ല, അതൊക്കെ ഇന്ന് മുങ്ങിപ്പോവാന്നാണ് എനിക്ക് സംശയം. കാരണം അതൊക്കെ ചോദ്യം ചെയ്യേണ്ട പരിപാടിയാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആര്യൻ എപ്പോഴും സേഫാണ്, എപ്പോഴും അവൻ സേഫാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ എന്തിനാണ് ബിഗ് ബോസ് ആര്യനെയൊക്കെ സേഫ് ചെയ്യുന്നതെന്ന്. പിന്നെ ഇന്നലത്തെ ലൈവിൽ കുറേ നേരം ഷാനവാസിനെ നമ്മൾ കണ്ടില്ല, കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ഇത് അറിയുകയും ചെയ്തതാണ്, പക്ഷെ നമുക്കിത് അങ്ങനെ പുറത്തു പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറേ പേരത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ഈ പറയുന്ന തള്ളലാണോ ഇല്ലയോ എന്ന് എൻ്റെ പഴയ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ പലരും പറഞ്ഞിരിക്കുന്നത്, അതെല്ലാം വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഷാനവാസിനെ ഇന്നലെ ബിഗ് ബോസ് ടീം കുറച്ച് നേരത്തേക്ക് അവിടുന്ന് മാറ്റി എന്നുള്ളൊരു സാധനം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ബാക്കി എല്ലാവരുടെയും കൂടെ ഷാനവാസ് ഇല്ലായിരുന്നു. ഷാനവാസിനോട് നല്ല രീതിയിൽ ഈ ഒരു നെവിൻ്റെ കേസ് ഒന്ന് വിട്ടുപിടിക്കുക, അല്ലെങ്കിൽ അതൊന്ന് കോംപ്രമൈസ് ചെയ്യണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടു. എനിക്കറിയത്തില്ല. നമ്മൾ കിംവദന്തികളാണ്, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഞാനെല്ലാം പുറത്തു വരുന്നുള്ളൊരു സ്കീം വരും. അതുകൊണ്ട് പക്ഷേ എവിടെ പോയി ഷാനവാസ് കുറേ നേരം ഇന്നലെ ലൈവിൽ കുറേ നേരം മിസ്സിങ് ആയിരുന്നു.
ഒരു ക്യാമറയിലും ഷാനവാസ് ഇല്ലായിരുന്നു. ഇതും കൂടെ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അപ്പം എന്താണെങ്കിലും ആദില നൂറ കേസ് ഇന്ന് ലാലേട്ടൻ എടുക്കും, വറുത്തങ്ങോട്ട് പൊരിച്ചങ്ങോട്ട് വെട്ടിമുറിച്ച് വറക്കും. ആദിലേനെ, നൂറയല്ല. നൂറ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം തുടരട്ടെ, നല്ല ഗെയിം നൂറയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അറിയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ പാർട്ണർ പോയി കഴിയുമ്പം നൂറയും എങ്ങനെയായി മാറും എന്നുള്ളത്. എന്താണെങ്കിലും ഷാനവാസിന് കിട്ടാവുന്ന ഇരിക്കത്തില്ല, ഷാനവാസിനും കിട്ടും. പിന്നെ അനീഷിനുള്ള കോൺഫിഡൻസ്, കുറെ പേര് പറയുന്നുണ്ട് ഇവരുടെ കോംബോ അടിപൊളിയാണ്, അനീഷ് ഷാനവാസ് കോംബോ അടിപൊളിയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഷാനവാസ് ഗെയിമിന് വേണ്ടി അനീഷിന്റെ കൂട്ട് പിടിച്ചതാണോ? എൻ്റെ ഒരു സംശയമാണ്. അനീഷിന് ഒറ്റയ്ക്ക് നിന്നാണെങ്കിലും ഗെയിം കളിക്കാം, ഉറപ്പായിട്ടും കളിക്കാം. അനീഷിന് അതിന് ആരുടെയും കൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഷാനവാസിന് ഒരു കൂട്ട് വേണോ? എൻ്റെ ഒരു സംശയമാണിത്. എൻ്റെ മാത്രം ഒരു സംശയമായിട്ട് അത് നിൽക്കട്ടെ. ഞാൻ നിങ്ങളിലേക്ക് അത് ഇട്ട് തരുന്നില്ല. പക്ഷെ ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തോന്നിക്കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്താണെങ്കിലും രാവിലെ എണീറ്റ് എല്ലാവരും മറ്റേ ഇച്ചിരി മൂകതയിലൊക്കെയാണ്, ഇന്ന് പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടൊക്കെ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അനീഷ്, ഞാൻ പറഞ്ഞല്ലോ, അനീഷ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്താ ബിഗ് ബോസ്, തുണി നനയ്ക്കട്ടെ ബിഗ് ബോസ് എന്നൊക്കെ. അല്ലാതെ വലിയ ഗംഭീരമായിട്ടൊന്നും ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. എന്താണെങ്കിലും ഞാൻ പോയി ലൈവ് കാണട്ടെ. എന്തെങ്കിലുമൊക്കെ ലൈവിൽ പ്രത്യേകമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.